മുസ്ലിയാരിറ്റി ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, ഇന്ത്യ പ്രിയ കൂട്ടുകാരെ, ഗോതമ്പങ്ങനെ നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയായിരിക്കും അഴുകുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. കുടമാളൂരിൽ ജനിച്ച് മുട്ടത്ത് പാടത്ത് വളർന്ന് പ്രാരംഭത്തിൽ ക്രിസ്തുവിന്റെ സ്വന്തമായി ജീവിച്ച കേരളത്തിലെ സ്വന്തം വിശുദ്ധ കുഞ്ഞിനെ അമ്മ മരിച്ചപ്പോൾ പരിശുദ്ധമ്മയെ സ്വന്തം അമ്മയായി തിരഞ്ഞെടുത്ത അന്നക്കുട്ടി, കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപികയായിരുന്ന അൽഫോൺസമ്മ കുഞ്ഞുനാൾ മുതൽ ആശീർവാദത്തിലൂടെ പുണ്യപ്രവൃത്തികളിലൂടെ ഈശോയെ അധികമായി സ്നേഹിച്ച വിശുദ്ധ. രോഗം ശരീരത്തിൽ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴും സഹനത്തിൽ ക്രൂശിതനായി ഈശോയോട് ചേർന്ന് സഹിച്ച സഹനപുത്രൻ. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഈശോയെ സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് അൽഫോൻസമ്മ തന്റെ ജീവിത മാതൃകയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഹൃദയമാക്കി മാറ്റണം. പരിശുദ്ധ മറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം അങ്ങേ തിരുക്കുമാരനെ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി മാറ്റണമേ എന്ന സുഗന്ധ ജപം അൽഫോൻസമ്മ എപ്പോഴും ചൊല്ലുമായിരുന്നു. രണ്ടാമതായി ഈശോയുടെ സ്വന്തമായി തീരാൻ ലോകം വിലയുള്ളതായി കാണുന്ന സൗന്ദര്യവും പൊന്നും പണവും എല്ലാം ഈശോയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കണം, ധീരത കാണിക്കണം. മൂന്നാമതായി ഈ ലോകത്തിൽ ആരും സ്വന്തമായില്ലാത്തപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും പരാതി പറയാതെ ഈശോയെ സ്നേഹിക്കണം. നാലാമതായി പറ്റുന്ന നന്മ അർഹിക്കുന്നവർക്ക് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കണം. അഞ്ചാമതായി മാതാവിന്റെയും ഈശോയുടെയും യാസേപിതാവിന്റെയും കൂടി നടക്കാൻ പരിശീലിക്കും. അതിനാൽ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പ്രാർത്ഥനയിലും ഒക്കെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ പങ്കെടുക്കണം. കുരിശു തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്. അവിടുന്ന് തരുന്ന കാസ ഞാൻ മറ്റോളം കുടിച്ചിറക്കും. ഈ തിരുനാൾ അവസരത്തിൽ സഹനങ്ങളിൽ പതരാതെ വിശുദ്ധ അൽഫോൻസമ്മ പറഞ്ഞ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസമ്മയോട് തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.